Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപാടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC പഠനം, എസ്പെഷ്യലി 2024-25 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടക്കുന്ന ഒരു ഫൗണ്ടേഷൻ പ്ലസ് PCM ആ കോഴ്സിനെ കുറിച്ചാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഞാൻ പല വീഡിയോസിലൂടെ പറഞ്ഞതാണ്, എങ്കിലും ഈ ഒരു കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ഓൾറെഡി പുതിയ ബാച്ചാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു 25,000 വരുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറിൽ വെറും 10,000 റുപ്പീസിന് എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, അവിടെ ബന്ധപ്പെടുക. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ആ സീറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം, സീറ്റ് ഉറപ്പുവരുത്താവുന്നതാണ്. അതിൻ്റെ കൂടുതൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ പ്ലസ് PCM ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും, അഥവാ NCERT മുതൽ തുടങ്ങും. 6th NCERT, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി എന്നൊക്കെ തുടങ്ങിയിട്ട് +2 വരെയുള്ള NCERT, പിന്നെ PCM. ആ PCM എന്ന് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ്, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഇന്റർവ്യൂയുടെയും സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഡിഗ്രിയോ PG ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും മറ്റുള്ള ഫുൾ ടൈം ഇതിന് വേണ്ടി ഇരിക്കുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം. കാരണം ഇത് ഓൺലൈനാണ് വരുന്നത്, സൂമിലൂടെയാണ് ക്ലാസ് വരുന്നത്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. ഡെയിലി 1.5 മണിക്കൂർ, 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയൊക്കെയാണ് ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ കുറഞ്ഞ സമയം മറ്റുള്ള വർക്കുകൾക്കിടയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് 7 മണിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഈവനിങ് 7 മണിക്കായിട്ടാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന ഷെഡ്യൂളാണ്. ചില ദിവസങ്ങൾ അതല്ലാത്ത സമയങ്ങളും ഉണ്ടാവാം, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ ഡെയിലി ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അപ്പം തന്നെ പഠിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എന്തേ കാരണവശാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ കാണാൻ വേണ്ടി, അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി, റിവിഷനായിട്ട് കാണാൻ വേണ്ടിയൊക്കെ അതിന്റെ റെക്കോർഡർ ക്ലാസ് ഉണ്ടാവും. അത് ക്ലാസ് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യും. അതിന് അൺലിമിറ്റഡ് വാലിഡിറ്റി ഉണ്ടാവും. എത്ര വർഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗപ്പെടുത്താൻ കാണാം എന്നുള്ളതാണ്. കാരണം സിലബസ് ഒന്നും മാറുന്നില്ല, എല്ലാ വർഷവും വരുന്ന സിലബസ് സെയിം തന്നെയാണ്. അപ്പൊ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങൾ എപ്പോഴും സെയിം ആണ്. കറണ്ട് അഫയേഴ്സ് മാത്രമേ അതിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മാറ്റം വരുന്നുള്ളൂ. പിന്നെ ഡെയിലി എടുക്കുന്ന ക്ലാസ്സിന്റെ കൂടെ ടെസ്റ്റുകൾ ഉണ്ടാവും. ഡെയിലി എടുക്കുന്ന മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓരോ സബ്ജക്ട് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ടെസ്റ്റ്, ഫുൾ മെറ്റീരിയൽ, ഫുൾ ക്ലാസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഫുൾ റിവിഷൻ ക്ലാസ്സും ഉണ്ടാവും. ഇത്തരത്തിൽ കംപ്ലീറ്റ് പ്രിലിംസ്, മെയിൻസ് സിലബസ് കവർ ചെയ്യും. കൂടാതെ NCERT കറണ്ട് അഫയേഴ്സ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്സ് സ്റ്റഡീസ്, ഓപ്ഷൻ സബ്ജക്ട്, പിന്നെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇത്ര നേരത്തെ തന്നെ പഠിച്ചോ. ഈ വർഷം പ്രിലിംസ് കഴിഞ്ഞിട്ടില്ല, ഈ വർഷം പ്രിലിംസിനോട് വേണ്ടിയുള്ളവർക്ക് പ്രിലിംസ് ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അത് ബന്ധപ്പെടാം. പക്ഷേ നമ്മളിപ്പോൾ 24 വേണ്ടി ഇത്ര നേരത്തെ തുടങ്ങുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങി നമുക്ക് വളരെ ഡീപ്പായിട്ട് പഠിച്ചു. ഒരു 6 മാസം മുന്നെങ്കിൽ പഠനം കംപ്ലീറ്റ് ചെയ്ത്, എന്നിട്ട് 6 മാസം ചെയ്യാൻ മാക്സിമം ടെസ്റ്റുകളും റിവിഷനും ചെയ്ത് നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടും എന്നുള്ള ഉറപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്തിക്കാൻ പറ്റുന്ന രീതിക്ക് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അത് പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യും, ഗുണം ചെയ്യും. നമുക്ക് വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഒരുപാട് ടൈം എടുത്തുകൊണ്ട് അതിന്റെ ഏറ്റവും ബേസിക് ലെവൽ മുതൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, അത് വളരെ ഈസി ആക്കാനുള്ള സമയം നമുക്ക് കിട്ടും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ 1 ഇയറിലോ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചെയ്യും നമുക്ക് അതിലൂടെ കവർ ചെയ്യാൻ പറ്റും. പത്രവായനൊക്കെ അതിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഡീപ്പായിട്ട് പോകുന്ന പ്രോഗ്രാമാണ്. വളരെ കുറഞ്ഞ ഫീസാണ്. ലക്ഷങ്ങൾ വരുന്ന, പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വളരെ കുറഞ്ഞ ഫീസ്, ഓൾറെഡി 25,000 നമ്മളെ ഫീസ് വരുന്നത്. അതിൽ തന്നെ കുറച്ച് താല്പര്യമുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 10,000 എന്നുള്ള ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇത്തരത്തിൽ UPSC പഠിക്കുന്ന, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി കംപ്ലീറ്റ് ഫ്രീ ക്ലാസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റുകൾ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ അതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ മറ്റുള്ള വീഡിയോവുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ.